അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതും എത്ര വില കൊടുത്താലും മതിയാകാത്തതുമായ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മുസ്ലിമായി ജനിക്കുക, മുസ്ലിമായി ജീവിക്കുക, ഇനി മുസ്ലിമായി മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, മനുഷ്യരെല്ലാത്തവരോട് എങ്ങനെ പെരുമാറണം, തന്റെ ആദർശത്തിലും തന്റെ ആശയത്തിലും വിശ്വസിക്കാത്തവരോട് എങ്ങനെ പെരുമാറണം, അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം, ഭാര്യയോട് എങ്ങനെ പെരുമാറണം, ജേഷ്ഠാനുജന്മാരോട് എങ്ങനെ പെരുമാറണം, ഗുരുവര്യന്മാരോട് എങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അങ്ങനെ സഹപാഠികളോട് എങ്ങനെ പെരുമാറണം, അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറണം, ചെറിയവരോട് വലിയവരോട്, അങ്ങനെ തുടങ്ങി അഹ്ലു ബൈത്തിനോട് എങ്ങനെ പെരുമാറണമെന്ന് എല്ലാ നിലക്കും അദബ്, മര്യാദ, അച്ചടക്കം, റൂട്ട് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ മതം ഇസ്ലാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കുകയില്ല. ആ യഥാർത്ഥമായ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോരുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിമിനെ കൊണ്ട് ഒരു അയൽവാസിക്കും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, ഒരു സഹപാഠിക്കും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല, ഒരു കൂട്ടുകാരനും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല, ഒരു വലിയവർക്കും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല, ഒരു ചെറിയവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങളും ഇസ്ലാമിന്റെ നിയമ തത്വ സംഹിതകളും ഇസ്ലാമിന്റെ ബാലപാഠവും ശരിക്ക് പഠിച്ച ഒരാൾ, അയാളുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും അയാൾ പത്തരമാറ്റോട് നല്ല വിശ്വാസിയായി മാറുകയാണ് ചെയ്യുക. എന്തിനേറെ പറയുന്നു, അയാൾ വൈവാഹിക ജീവിതത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോ അയാൾക്ക് ചില പ്രതീക്ഷകളും ചില ആശകളും ഉണ്ടാകും. ആ പ്രതീക്ഷകളും ആശകളും ഒക്കെ പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ മതം. ഇസ്ലാമിനെ പഠിച്ച ഒരു ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ തട്ടലോ മുട്ടലോ അതുപോലെ തന്നെ പൊട്ടലോ ചീറ്റലോ ഉണ്ടാവുകയില്ല. ഭാര്യയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭർത്താവ് ഭർത്താവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മകൻ ആരാണെന്ന് മനസ്സിലായാൽ, വാപ്പ ആരാണെന്ന് വാപ്പക്ക് ബോധം വന്നാൽ, അതല്ലെങ്കിൽ ഉമ്മക്ക് ഉമ്മ ഞാൻ ഏത് റോളാണ് എന്റെ കയ്യിലുള്ളത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ശാന്തിയാണ്, സമാധാനമാണ്, സൗഹൃദമാണ്, സ്നേഹമാണ്, ഐക്യമാണ്, സന്തോഷമാണ് ഉണ്ടാവുക. ഇത് ശരിക്കും പഠിക്കാത്ത കാരണം കൊണ്ടാണ് നമ്മുടെ നാടുകളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ എല്ലാ കുഴപ്പത്തിന്റെയും കാരണം. ഇത് പറയുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ധാർമ്മികമായ ബോധം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മികമായ ബോധം എവിടുന്ന് കിട്ടും? അത് മതവിദ്യാഭ്യാസം കൊണ്ടല്ലാതെ ധാർമ്മികമായ ബോധം കിട്ടുകയില്ല. മതമാണ്, ഏത് മതവും മതമാണ് ധർമ്മബോധം പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്ക്, മതം ഇല്ലാത്തവൻ, അവൻ യുക്തിവാദിയാവട്ടെ, ഭൗതികവാദിയാവട്ടെ, നിരീശ്വരവാദിയാവട്ടെ, അവന് മറ്റൊരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയില്ല, മറ്റൊരു ജീവിയായി കാണാൻ കഴിയില്ല. മതം, യഥാർത്ഥ മതം, അതിന്റെ സനാതന മൂല്യങ്ങളും അതിന്റെ ആശയം